ധാത്രീഭൂതനായ ആ മനുഷ്യൻ, ആ തളർവാദ രോഗി ഈശോയുടെ കൃപയ്ക്ക് ഒരു നിമിത്തമായി തീരുന്നത് തീർച്ചയായിട്ടും ആരിലൂടെയാണ്? തീർച്ചയായിട്ടും ആ വ്യക്തിയെ കൊണ്ടുവന്ന അവന്റെ അടുത്ത ബന്ധുക്കളിലൂടെ. അപ്പോൾ തീർച്ചയായിട്ടും അവന്റെ ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ സഹോദരങ്ങള് യേശുവിന്റെ അടുത്തിലേക്ക് ആ തളർവാദ രോഗിയെ സംവഹിക്കുവാനായിട്ടുള്ള ഒരു മാധ്യമമായി തീരുന്നു, സംവഹിക്കുന്നവരായി തീരും. കാരണം നമ്മളെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരെ, എൻ്റെ കുടുംബത്തിലെ മാതാപിതാക്കളെ അല്ലെങ്കിൽ മക്കളെ അല്ലെങ്കിൽ സഹോദരങ്ങളെ, എൻ്റെ അയൽവക്കക്കാരെ യേശുവിലേക്ക് അടുപ്പിക്കുന്ന ഈ ഒരു ചാലക ശക്തിയായി സംവഹിക്കുന്നവരായി തീരുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത് എന്നുള്ള ഒരു വലിയ സത്യം ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കും. രണ്ടാമതായിട്ട്, ഇങ്ങനെ ഈ വ്യക്തിയെ ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകണം എന്ന് ചിന്തിച്ചപ്പോൾ തീർച്ചയായിട്ടും അവിടെ ചില മാർഗ തടസ്സങ്ങൾ ഉണ്ടാവുകയാണ്. ഈ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന മാർഗ തടസ്സം എന്ന് പറയുന്നത് ഒരു വലിയ ജനക്കൂട്ട നിമിത്തം അവന്റെ അടുത്തേക്ക് തളർവാദ രോഗിയെ കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ തടസ്സം എന്ന് പറയുന്നത് എന്താണ്? ജനക്കൂട്ടം. അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും ദൈവത്തോട് കൂടുതൽ അടുക്കണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ വ്യത്യസ്തമായിരിക്കും. എനിക്കൊന്നുണ്ടാകുന്ന തടസ്സമായിരിക്കുകയല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. അതുപോലെ നിങ്ങളുടെ ഇടത്തും വലത്തും ഇരിക്കുന്നവർക്ക് വ്യത്യസ്തമായിട്ടുള്ള തടസ്സങ്ങളായിരിക്കാം നിങ്ങളുടെ പ്രയാണത്തിൽ ഈശോയുടെ അടുത്തേക്ക് ഈശോയെ അനുഭവിച്ചറിയുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ. എന്നാൽ ആ തടസ്സങ്ങൾ നാം നീക്കുകയാണ് വേണ്ടത്. ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നുണ്ട് ആ തടസ്സങ്ങൾ എങ്ങനെയാണ് ഈ മനുഷ്യൻ, ഈ വ്യക്തികൾ അതിജീവിച്ചത്. അവരെന്താണ് ചെയ്യുന്നത്? അവര് ഈശോയുടെ ഇരുവിരുന്ന കെട്ടിടത്തിനെ മേൽക്കൂര ഇളക്കിക്കൊണ്ട് അവനെ ഈശോയുടെ മുമ്പിലേക്ക് കെട്ടിയിറക്കുകയും. അപ്പോൾ തീർച്ചയായും നമ്മളൊക്കെ ഒരു ചൊല്ല് പറഞ്ഞു കേട്ടിട്ടുണ്ട്, താൻ പാതി ദൈവം പാതി, താൻ പാതി ദൈവം പാതി. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ, ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഒരു തടസ്സം മാറി കഴിയുമ്പോൾ ചിലപ്പം ഒരുപക്ഷെ മറ്റൊരു തടസ്സമാണ്. ഇതെല്ലാം ഒരുപക്ഷെ പിശാചിന്റെ ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങളാണ്. ഇതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ തടസ്സങ്ങളെ അതിജീവിക്കുക, ഈ തടസ്സങ്ങളെ ദൈവത്തിന് ഇന്റർവ്യൂ ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ ദൈവത്തിന് കടന്നു വരുവാനായിട്ടുള്ള, ദൈവത്തിന് ഇടപെടുവാനായിട്ടുള്ള ഒരു മാർഗമാക്കി ഈ തടസ്സങ്ങളെ തീർക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത് തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തില് ഈ തളർവാദ രോഗിയെ കൊണ്ടുവന്ന വ്യക്തികളും ചെയ്യുന്നത്. അവർക്ക് മാർഗ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. യേശുവിന്റെ സന്നിധിയിലേക്ക് ഈ തളർവാദ രോഗിയെ അടുപ്പിക്കുവാനായിട്ട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ തടസ്സങ്ങളെ അവര് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ തടസ്സങ്ങളെ അവര് നീക്കി അങ്ങനെ യേശുനാഥന്റെ സന്നിധിയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരികയാണ്. അങ്ങനെ ഈ കൊണ്ടുവന്ന വ്യക്തികളുടെ വിശ്വാസം കണ്ടിട്ടാണ് ഈ തളർവാദ രോഗിയെ അവിടുന്ന് സുഖപ്പെടുത്തുന്നത്. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകം ധ്യാനത്തിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ നിങ്ങൾ മറ്റു പലരുടെയും നിയോഗങ്ങളുമായിട്ട്
ആയിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷവും ഈശോയോട് അടുക്കുന്നതിന് ഒത്തിരിയേറെ തടസ്സങ്ങൾ പിശാച് ഒരുപക്ഷെ നിങ്ങളുടെ മുൻപിൽ പല വ്യക്തികളിലൂടെ പല സന്ദർഭങ്ങളിലൂടെ കൊണ്ടുവന്നേക്കാം. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നല്ല ഒരു ധ്യാനം നടത്തി മറ്റുള്ളവരെ യേശുവിലേക്ക് സംവഹിക്കുന്നവരാകുവാനായി. ഇപ്പോൾ ഇവിടെ മാതാപിതാക്കളുണ്ട്, കുഞ്ഞുമക്കളുണ്ട്, അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാ നിയമങ്ങളും ഈ പരിശുദ്ധ അൾത്താരയിൽ സമർപ്പിച്ച് ഈശോയിലേക്ക് ഉള്ള നിയമങ്ങളെല്ലാം നമുക്ക് കൊണ്ടുവന്ന് ഈശോയുടെ പാദത്തിൽ സമർപ്പിച്ച് അനുഗ്രഹത്തിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ധ്യാന അവസരങ്ങളിൽ പ്രത്യേകിച്ച് കുറേ സമയം ഈ ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, പ്രാർത്ഥനയിൽ ഈശോയുമായിട്ട് സംവദിക്കുവാനായിട്ടുള്ള സമയം കണ്ടെത്തി എല്ലാ ദിവസവും കുറച്ച് സമയം കണ്ടെത്തി ജീവിതത്തെ സമർപ്പിച്ച് വിലയിരുത്തി ആത്മപരിശോധന നടത്തി ഒരു പുതിയ ജീവിതം നയിക്കാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നല്ല ഈശോയോട് പ്രാർത്ഥിക്കാം. നല്ല ഈശോ നമ്മളെല്ലാവരെയും സമർപ്പിക്കാം.